വിജയ് മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ രജനീകാന്തിന്റെ നീക്കം. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ തമിഴ്നാട് സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായിരിക്കവേ നിർണായക നീക്കങ്ങളായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് രജനീകാന്തും മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും. സ്റ്റാലിന്റെ കനത്ത തോൽവിയിൽ നിരാശനായ രജനീകാന്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയതോടെയാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ ഹൈ ഡ്രാമയ്ക്ക് തുടക്കമായത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയുടെ തമിഴക വെട്രിക്കഴകത്തെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണ്ടിടത്ത് വിജയ് പക്ഷത്തിന് നിലവിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ 113 സീറ്റുകൾ മാത്രമാണുള്ളത്. ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാതെ വിജയെ ഭരണമേൽപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തയ്യാറാവാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വിജയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചിരവൈരികളായ DMKയും AIDMKയും കൈകോർക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി തമിഴ്നാട് രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഈ അവിശുദ്ധ സഖ്യത്തിന് പിന്നിൽ BJPയുടെ തന്ത്രങ്ങളുണ്ടെന്നും സൂചനയുണ്ട്. TVK പിന്തുണച്ച കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവും BJPക്കുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം MGR യുഗത്തിന്റെ ആവർത്തനമാകുമോ എന്ന ഭയം ഉദയനിധി സ്റ്റാലിൻ പക്ഷത്തുണ്ടെന്നാണ് വിവരം. പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി DMK പുറത്തുനിന്നും പിന്തുണച്ചേക്കും. DMKയും AIDMKയും ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ തൻ്റെ പാർട്ടിയുടെ 108 MLAമാരും കൂട്ടമായി രാജിവെക്കുമെന്ന് വിജയ് മുന്നറിയിപ്പ് നൽകി. DMK ക്യാമ്പിലും AIDMK ക്യാമ്പിലും നിർണായക യോഗങ്ങൾ നടക്കുന്നതിനിടെയാണ് വിജയുടെ ഈ കടുത്ത നിലപാട്. TVK പിന്തുണയ്ക്കാൻ കോൺഗ്രസിനു പിന്നാലെ മറ്റു ചില പാർട്ടികളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. CPI, CPIM, VCK എന്നീ പാർട്ടികളുമായി വിജയ് ക്യാമ്പ് ചർച്ചകൾ തുടരുകയാണ്. ഈ പാർട്ടിയുടെ ഓരോ 2 സീറ്റ് കൂടി ലഭിച്ചാൽ വിജയ്ക്ക് അനായാസം കേവല ഭൂരിപക്ഷം മറികടക്കാനാകും. TTV ദിനകരന്റെ MMKയിലെ ഏക MLAയുമായി പിന്തുണ കൂടി ഉറപ്പാക്കി ഭൂരിപക്ഷത്തേക്ക് അടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് TVK. എത്രയും പെട്ടെന്ന് ഭൂരിപക്ഷം ഉറപ്പാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് വിജയ് പക്ഷം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിനായി DMK, AIDMK സഖ്യത്തിന് BJP പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വമായും RSSമായും കടുത്ത ബന്ധം പുലർത്തുന്ന രജനീകാന്ത് തമിഴകത്ത് നടത്തുന്ന രാഷ്ട്രീയ നീക്കം വലിയ ചർച്ചയാകുകയാണ്. ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ജനവികാരം തനിക്കൊപ്പമാണെന്നും ഗവർണർ അത് മാനിക്കണമെന്നും വിജയ് ആവശ്യപ്പെടുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടവും സഖ്യകക്ഷികളുടെ ചാഞ്ചാട്ടവും നേരിടുക എന്നത് കരിയറിൽ ആദ്യ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങിയ വിജയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അതേസമയം BJP ദൂതനായ രജനീകാന്തുമായി സഹകരിച്ച് ദ്രാവിഡ പാർട്ടികൾ വിജയ് സർക്കാർ ഉണ്ടാക്കുന്നതിനെ എതിർത്താൽ അത് തമിഴ് ജനതയെ തെരുവിലേക്ക് ഇറക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൈ ഡ്രാമ നടക്കുന്ന തമിഴ്നാട്ടിലേക്കാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.